ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. ഓക്കെ ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു വേൾഡിലാണ് ഗൈസ്. സോ ഗൈസ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുൾ സർവൈവൽ സീരീസ് ആയിരിക്കും. സോ അപ്പോൾ നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് വേണം അല്ലേ അണ്ണാ? ഞാൻ പോയി മരം മുറിക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ സർവൈവലിൻ്റെ ഒരു ഇതെന്നാണ് ഗൈസ്, ഞാൻ അണ്ണൻ്റെ ഇങ്ങോട്ട് ലൂട്ടും കൂടെ ഞാനങ്ങ് എടുത്തു ഗൈസ്. എൻ്റെ മോനെ വിഷയം ലൂട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഓൾറെഡി ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ കിട്ടി. ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെ പ്ലേസ് ചെയ്തേക്കാം. ഇവിടെ പെട്ടെന്ന് തന്നെ നമുക്ക് ആദ്യം നമ്മുടെ മരവും കാര്യങ്ങളൊക്കെ അങ്ങ് വെട്ടാം ഗൈസ്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് മരം കിട്ടി. സാപ്പിളിങ്ങോ? ഓ ഗൈസ്, ഞാനത് പൊട്ടിച്ചപ്പോഴും കണ്ട് കിട്ടിയതാണ്. ഓക്കെ, അത് വിഷയമില്ല. ഷുഗർക്കെയിലൊക്കെ ഉണ്ടല്ലോ ഗൈസ്, നമുക്ക് കുറേ സാപ്ലിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തേലും ആട്ടെ. സോ ഗൈസ്, നമുക്ക് ആക്സ് പോലും കിട്ടിയോ? ഇല്ലല്ലേ? ഇല്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം ഗൈസ്, പെട്ടെന്ന് നമുക്കൊരു ആക്സും കാര്യങ്ങളും ക്രാഫ്റ്റ് ചെയ്തേക്കാം. ആക്സ് ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് പ്ലാങ്ക് ഇല്ലേ? പ്ലാങ് ഉണ്ട്. പ്ലാങ്ങല്ലല്ലോ, തടി അങ്ങനെ വഴിക്ക് വാ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ആക്സ് അണ്ണാ ക്രാഫ്റ്റ് ചെയ്തോ സാധനങ്ങളൊക്കെ അത്യാവശ്യം ക്രാഫ്റ്റ് ചെയ്തോ. ഓക്കെ ഗൈസ്, എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ അടുത്തൊന്നും ഇവിടെ ജസ്റ്റ് ഇല്ലേടാ. ഇവിടെ ജസ്റ്റ് ഇല്ലേ? ജസ്റ്റ് ഞാൻ എടുത്തു. കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഇവിടുത്തെ ഷുഗർ കേനും കാര്യങ്ങളൊക്കെ അങ്ങ് എടുത്തേക്കാം ഗൈസ്. നമുക്ക് ആവശ്യം വരും. പിന്നെ നമ്മൾ ഈ ഏരിയയിലോട്ട് വരത്തില്ലേ, നമുക്ക് അത്യാവശ്യം നമുക്ക് ഫ്ലിൻ്റ് ഒപ്പിക്കാം. ഓക്കെ, എന്നാൽ കുറച്ച് ഗ്രാവൽ എടുത്തുണ്ടെങ്കിൽ വന്നാൽ മതി. നമുക്കൊരു 4 ഗ്രാവൽ മിനിമം മതി. അതിൽ നമുക്ക് ഫ്ലിൻ്റ് ഉണ്ടാക്കാൻ എളുപ്പമാണ്. എടാ, എനിക്ക് ഫ്ലിൻ്റ് കിട്ടിയടാ. ഓൾറെഡി കിട്ടി? പിന്നില്ലേ? ഓക്കെ, നമ്മളിപ്പോൾ ഒരു സത്യം പറഞ്ഞാൽ ഒരു സ്പീഡ് റണ്ണൊന്നുമില്ല, ഇതെല്ലാം പതുക്കെ മതി. പക്ഷേ എങ്ങനെ പോയാലും നമുക്ക് ആവശ്യം വരും ഗൈസ്. സോ ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഫുഡാണ്. ഫുഡ് എടുക്കാം. എടാ, അവിടെ ഒരു വില്ലേജോ ഗൈസ്? ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഈ സീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകം സെലക്ട് ചെയ്തെടുത്തൊരു സീഡാണ്. അല്ല നമ്മൾക്ക് റാൻഡമായിട്ട് കിട്ടിയൊരു സീഡല്ലേ ഗൈസ്. ദിസ് ഈസ് വെരി. എടാ, ഇവിടെ ഒരു ജസ്റ്റ് ഓക്കെ, അതൊക്കെ താൻ എടുക്കണ്ട, ഞാൻ എടുക്കും. ഓക്കെ ഗൈസ്. എന്തായാലും ആട്ടെ, നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്റ്റോൺ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം ഗൈസ്. സത്യം പറയുകയാണെങ്കിൽ ചിലപ്പോഴാണ് ഇത് നമ്മുടെ ഒരു സ്പീഡ് റണ്ണായിട്ട് മാറും ഗൈസ്. സ്പീഡ് റൺ ആണെന്ന് പറഞ്ഞാൽ ഇല്ല ഗൈസ്. എനിക്ക് വയ്യടാ ചുമ്മാ ഓടാനും ചേടാനും. ഗൈസ്, പുള്ളിക്ക് സ്പീഡ് റണ്ണ് തന്നെയാണെന്ന് പോലും അറിയത്തില്ല. ഓക്കെ, എനിക്ക് പുതിയ ബൂട്ട് കിട്ടി. ബൂട്ടോ എവിടുന്ന്? ആ ജസ്റ്റ് നെതർ പോർട്ടലിൻ്റെ റൂയിൻഡ് പോർട്ടലുണ്ടോ അവിടെ ഗൈസ്? ദിസ് സീഡ് ഈസ് ഓസം ഗൈസ്. നമുക്ക് അത്യാവശ്യം എന്റെ കാലയിലെ കണ്ട് എൻ്റെ പൊന്നാണ്, അത് ഗോൾഡ് ബൂട്ടാണ്. ഒറ്റ അടി കെട്ടി കഴിഞ്ഞാൽ പുള്ളിയുടെ കാര്യത്തിൽ തീരുമാനമാവും. പിന്നെ ഗൈസ്, ഇതിൻ്റെ അകത്ത് വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് പുള്ളീനെ തല്ലാൻ പറ്റത്തില്ല ഗൈസ്. പുള്ളീനെ മോപ്സ് മാത്രമേ തല്ലിക്കൊല്ലത്തുള്ളൂ, എന്നെ കൊണ്ട് തല്ലാൻ പറ്റത്തില്ല. ഓ ഗൈസ്, കുഴപ്പമില്ല. ഓ മൈ, നോക്കണ്ട, ആ ചെസ്റ്റിൽ ഞാൻ എല്ലാം എടുത്തു. പിക്കാക്സ് പോലും വെച്ചില്ല? ഇല്ല ഗൈസ്. ഇവിടെ വേണമെങ്കിൽ വെക്കാം ഗൈസ്. ഇവിടെ വല്ല ലാവ ഒബ്സീഡിയൻ ഉണ്ട് ഗൈസ്. നമുക്ക് ഇത് പൊട്ടിച്ചിട്ട് മാറ്റിയിട്ട് ഒബ്സീഡിയൻ പൊട്ടിക്കാൻ ഇത് വേണോടാ. എന്താ ഡയമണ്ട് പിക്കാക്സ്? അയ്യോ, അതെനിക്കും അറിയാം ഗൈസ്. എനിക്ക് വിശക്കുന്നു ഗൈസ്. ഓക്കെ, എടാ ഫുള്ള് കളക്ട് ചെയ്തെടുക്കാതെ. ഇല്ല, ഞാനെന്നാ ഫീൽഡിൽ പോയി ചെയ്യുക. ഓക്കെ, താൻ ഫീൽഡിൽ പോക്കോ. താൻ ഫീൽഡിൽ ചെന്ന് എല്ലാം കളക്ട് ചെയ്യുന്ന സമയം കൊണ്ട് ഞാനിവിടുത്തെ മുഴുവൻ കളക്ട് ചെയ്യും. അതാണ് അതിൻ്റെ ഒരു പ്രോപ്പർട്ടി. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് മുഴുവൻ കളക്ട് ചെയ്തെടുത്തേക്കാം. ഓ ഗൈസ്, ഈ പുള്ളിയാണെങ്കിൽ എനിക്ക് ലാഗ് അടുപ്പിക്കുന്നു. താൻ എന്തുവാണ് അവിടെ കാണിക്കുന്നത്? വല്ല TNT ഇട്ട് പൊട്ടിക്കണോ? അല്ല, ഞാൻ എൻ്റെ ഫാർമിന്ന് അടിപൊളി സാധനങ്ങൾ എടുക്കുകയാണ് ഗൈസ്. നമുക്ക് ഇവിടെ ഒരു ലൈബ്രറിയൻ വില്ലേജറിനെ കണ്ടുപിടിക്കണം. ലൈബ്രറിയൻ വില്ലേജോ? എടാ, അയൺ കോളോ എവിടെ? അവിടെ ഏത് വില്ലേജർ? ഇവൻ മാജിക് കാർട്ടോഗ്രാഫറാണ് ഗൈസ്. നമുക്ക് മറ്റേ ഇത് കിട്ടും ഗൈസ്. ഉള്ളൻ മനുഷ്യൻ്റെ ഇത് കിട്ടുമായിരിക്കും, മറ്റേ മാപ്പും കാര്യങ്ങളൊക്കെ കിട്ടുമായിരിക്കും. ഓക്കെ, എടാ, അവനെ കൊല്ലുന്നോ? ഞാൻ കുളത്തിനെ തല്ലാൻ പോവാ. എടാ അവനെ തല്ലിയിട്ട് ഓടറാ. തല്ലിയിട്ട് എൻ്റെ അടുത്തോട്ട് വാ. തല്ലിയിട്ട് എൻ്റെ അടുത്തോട്ട് ഓടി വാ. എൻ്റെ അടുത്തോട്ട് വാ.
എടാ എൻ്റെ അടുത്തോട്ട് വാടോ. അൻകോളം നിന്നെ തല്ലി ചത്തോ നീ ഇത്ര ഇവിടെ പിന്നെ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇവനെ തല്ലിയാണ് ഗൈസ്. പുള്ളി ഇവിടെ താൻ ഇവിടെ സ്പോണേ ഗൈസ്. എൻ്റെ ഞാൻ ഫിസ്റ്റ് വെച്ച് ഇവനെ തല്ലിക്കൊല്ലേണ്ടി വരും. കുഴപ്പമില്ല ഗൈസ്. സത്യം പറഞ്ഞാൽ നമ്മളിതൊക്കെ പതുക്കെ ചെയ്താൽ മതി. പക്ഷേ നമ്മളിപ്പോൾ ഒരു സ്പീഡ് റൺ പോലെ അങ്ങ് ചെയ്യുന്നു ഗൈസ്. സോ നമുക്ക് ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ മാക്സിമം കാര്യങ്ങൾ ചെയ്യണം ഗൈസ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ പ്രിപ്പറേഷൻ മുഴുവൻ. ചാവട എൻ്റെ പൊന്നാൻകോളം ചാവ്. ആൻകോളം ഡെഡ്. ഞാനെന്തിനാണ് ഇത്രയും കൂടെ കഷ്ടപ്പെടുന്നത്? ഒരു മിനിറ്റ്. വീടിൻ്റെ അകത്ത് ഞാനിത് മുമ്പേ ശ്രദ്ധിച്ചില്ല ഗൈസ്. ഫൈനൽ ഹിറ്റ്. ഓക്കെ ഗൈസ്. ഗൈസ് ഈ വേൾഡ് ഞങ്ങളുടെ പ്രത്യേകത നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളും കൂടെ ഉറങ്ങിയില്ലെങ്കിൽ അത് കിട്ടും ഗൈസ്. അവിടെ ഇഷ്ടം പോലെ ഇതാണ് ഗൈസ് നടക്കുന്നത്. അവിടെ ഇവിടെ ഒറ്റ ബ്രെഡ് ഉള്ളടോ. ഇവിടെ വേറെ വല്ല ബെഡ് വല്ലതും ഉണ്ടോ നോക്കട്ടെ. അവിടെ കുറച്ച് ഷീപ്പിനെ കൊന്നാലും ഷിപ്പിനെ കൊല്ലാൻ പോയാലോ? നീ എൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞോ? ഞാൻ പോയിട്ടില്ല. എത്ര പെട്ടെന്ന്. അയ്യോ വയസ്സ് ഒരു സോംബിഫൈഡ് വില്ലേജറിനെ എനിക്ക് തീരെ ഇഷ്ടമില്ല. ബ്ലാക്ക് സ്മിത്തിൻ്റെ വീടോ? അയ്യോ ബ്ലാക്ക് സ്മിത്തിൻ്റെ വീട് ഇപ്പം കയറണ്ട. ഞാൻ എന്തായാലും ബ്ലാക്ക് സ്മിത്തിൻ്റെ വീട്ടിൽ വന്ന് എനിക്ക് വേണ്ടി വെക്കണം. എടാ നീ എന്നോട് എന്നെ മുത്തല്ലടാ പ്ലീസ്ടാ. താരെനിക്ക് വേണ്ടി റൂയിൻഡ് പോർട്ടൽ വെച്ചില്ല. ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്. ഈ ബ്ലാക്ക് സ്മിത്തിന് വേണ്ടി പുള്ളിക്ക് വിട്ടെടുത്തേക്കാം. ആദ്യം എൻ്റെ അടുത്ത് ലൂട്ടെണ്ണാൻ നോക്കല്ലോ. എടാ ഞാൻ നോക്കാടോ. എനിക്ക് ഓക്കെ ഗൈസ്. ഇവന് അത്യാവശ്യം നല്ല ലൂട്ട് തന്നെ ഉണ്ട് ഗൈസ്. ഇഷ്ടം പോലെ അയണുണ്ടോ? എനിക്ക് ഡയമണ്ട് വേണം. ഡയമണ്ട് എനിക്ക് കിട്ടി. ഈ സോംബി എൻ്റെ വീട്ടിലോട്ട് വേണ്ട. എനിക്കിവിടെ അടുത്ത് വീട് കിട്ടണം. ഓക്കെ പെട്ടെന്ന് ക്രീപ്പർ ഇല്ലാത്ത ഏറ്റവും ഭാഗ്യം ഗൈസ്. ഓക്കെ ഇവിടെ വല്ല ബെഡ് വല്ലുണ്ടോ? ഗൈസ് ഇവിടെ ബെഡൊന്നും ഇല്ല ഗൈസ്. തൽക്കാലം ഞാനിപ്പം ഗൈസ് നമുക്ക് അടുത്ത വീട്ടിലോട്ട് ഓടാം. ഇല്ല ഇവിടെ ഒന്നും ഇല്ലായിരിക്കും ഗൈസ്. ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് നമുക്ക് എടാ ഈ വേറെ വീട്ടിലോ? ഇവിടെ ഇല്ല. സോ ഗൈസ് നമ്മൾക്ക് വേറൊരു കാര്യം സംഭവിക്കണം. വേറൊരു കാര്യം ചെയ്യണം ഗൈസ്. എന്തുവാണോ കാണിക്കുന്നത് എൻ്റെ ദൈവത്തെ. നമുക്ക് ആ മൂലത്തെ വീട്ടിലോട്ട് കയറിപ്പോം ഗൈസ്. അവിടെ സൈഡിൽ സ്പൈഡറുണ്ട്, അത് വിഷയമാണ്. പക്ഷെ എന്നാലും സാരല്ലേ. ഉടൻ സോഡുണ്ടോ? ഉടൻ സോഡൊക്കെ ഉണ്ട്. എൻ്റെ അമ്മ ജസ്റ്റ് മിസ് സ്പൈഡർ. ഇവന്മാരൊക്കെ ഇവിടെ കയറി കിടക്കും. വൺ ബഗ് ഗൈസ്. മോൺസ്റ്റേഴ്സ് നിയർ ബൈ. എനിക്ക് വേണ്ടി ഇവിടെ ബെഡ് ഇട്ടേക്കുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം. ഓക്കെ ഇവന്മാരെ തല്ലാം ഗൈസ്. ഓക്കെ അവനെ ഞാൻ തല്ലിയിട്ടുണ്ട്. ഇനി എനിക്ക് ഇവിടെ കയറിക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഇവന്മാരെ ഞാൻ കൊല്ലണം ഗൈസ്. അല്ല വേറെ വിഷയം. സ്പൈഡർ എൻ്റെ പൊന്നു വില്ലേജറിനോ. ഗൈസ് ജസ്റ്റ് മിസ്. ഗൈസ് അല്ല ബെഡ് ഈസ് ടു ഫാർ അവേ അല്ലടാ ഗൈസ്. നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്. നമ്മുടെ വാല്യുബിൾ ലോഡ്സ് ഒക്കെ ഉള്ള കുഴപ്പമില്ല ഗൈസ്. നമ്മുടെ കീപ്പ് ഇൻവെൻ്ററി ഓണാണ്. എടാ മച്ചമ്പി ഒന്ന് എണീറ്റൊന്ന് പോവോ പ്ലീസ് ഒന്ന് എണീറ്റ് പോവോ ബ്രോ. ഇവിടെ ഇനിയിപ്പോൾ ഏതാണോ ഉള്ളേ? ആരുമില്ല. നീ കയറോ വീട്ടിൻ്റെ അത്? ഗൈസ് ഇവിടെ ആരും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല താനെവിടെ അപ്പം? താനെങ്ങനെയാ അപ്പോൾ കാണുന്നേ? ഞാൻ കണ്ടടാ. ഗൈസ് പുള്ളിക്ക് വിൻഡോ വഴി കാണാം ഗൈസ്. ഇയാളെ ആക്കുന്നു. ഗൈസ് നമുക്ക് ഒരു കാര്യം ചെയ്യാം ഗൈസ്. നമ്മുടെ ഹെൽത്ത് ഉണ്ട് പക്ഷെ എന്നാലും നമ്മുടെ ഫുഡില്ല ഗൈസ്. എടാ ഒരു ലേബറി ആടിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. എൻ്റെ വീടിൻ്റെ അകത്തോട്ടല്ല.
അല്ലേ? നീ എന്തായാലും കടന്ന് ഉറങ്ങ്. എനിക്ക് കടന്നുറങ്ങാനായിട്ട് മോൺസ്റ്റേഴ്സ് നിയർ ബൈ എന്നാണ് കാണിക്കുന്നത്. ഒന്ന് ഉറങ്ങണാവേ. ഞാൻ എന്തായാലും ഈ ബെഡ് പൊട്ടിച്ചെടുത്തോണ്ട് അങ്ങോട്ട് വരാം. അതായിരിക്കും ബെറ്റർ ഐഡിയ. ശരി, ഓഫ് കോഴ്സ്. നമുക്ക് പെട്ടെന്ന് അതൊക്കെ വരണം. ക്രീപ്പറൊക്കെ അവിടെ ഉള്ളതാ. ഓക്കെ ബ്രോ. ഓക്കെ ഗൈസ്, നമ്മൾ രക്ഷപ്പെട്ടു. ജസ്റ്റ് മിസ്സാണ് ഗൈസ്. എൻ്റെ അമ്മ സോംബിഫൈഡ് വില്ലേജർ. എടോ ഡോർ തുറക്കടോ. തുറന്നു. അടക്കടോ. അടക്കടോ. അടഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് കാർപ്പറ്റ്, ഇയാളുടെ ഒരു ഒടുക്കത്തെ കാർപ്പറ്റ്. ഓക്കെ ഗൈസ്, നമുക്ക് ഇവിടെ കയറുക. അല്ല വേണ്ട ഗൈസ്, നമുക്ക് ഇച്ചിരി അങ്ങോട്ട് നീക്കി നിർത്താം. അതായിരിക്കും നല്ലത്. ഫൈനലി ഗൈസ്, എൻ്റെ അഡ്വഞ്ചർ മാറോ. മാറി. ഈ കാർപ്പറ്റ് ഇങ്ങോട്ട് വെക്കാം. ഓക്കെ, എനിക്കൊരു ഐഡിയ. ഞാൻ എൻ്റെ ബെഡ് എടുത്തോണ്ട് വരാം. ഓക്കെ ഗൈസ്, നമുക്കിത് ഇവിടെ വെക്കാം ഗൈസ്, മുകളിൽ വെക്കാം. എൻ്റെ എടാ അതവിടെ ഞാനവിടെ വെച്ചേ. എടാ പൊട്ടിച്ചെടുക്ക്. നമ്മൾ ഇനി മൈനിങ്ങിനൊക്കെ പോകുന്നല്ലേ. അല്ലല്ല, അത് സാരമില്ല. എന്നാലും ബെഡ് വേണമെങ്കിൽ ആവശ്യപ്പെടും. നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ മറ്റേ ബോണസ് ചെസ്റ്റ് പൊട്ടിച്ച. ഓക്കെ ഗൈസ്, നമുക്ക് വാല്യുബിൾ ആയിട്ടുള്ള അതെടുക്കരുത്. എടുത്താലടിയാ. ഓക്കെ ഗൈസ്, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഡയമണ്ട് എടുത്ത് മാറ്റി വെക്കാം. ഡയമണ്ട് വേണം മാറ്റി വെക്കാം. ഗോൾഡ് മാറ്റിക്കാം. കാരണം ഹെവിയിൽ വേണം എടുത്തോ. അടി നോക്കി നിൽക്കുന്നുണ്ടോ വായും വിളിച്ച്. ഗൈസ്, നമുക്കൊരു പോകുന്നതിന് എടാ തനിക്ക് പോകുന്നതിന് മുമ്പ് ഒരു വിവരമില്ല. എടാ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടോ? ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടോ? 2 ഡയമണ്ട് വേണോ? ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടോ? 2 ഡയമണ്ട് വേണോ? 2 ഡയമണ്ടോ? അപ്പോൾ പിന്നെ ഞാൻ നെയ്യും. 1 ഡയമണ്ട് മതി. എനിക്ക് 1 ഡയമണ്ട് വെച്ചൊന്നും നടക്കില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം ഗൈസ്, ഞാൻ ഡയമണ്ട് പിക്കെക്സ് ഉണ്ടാക്കാൻ പോകണം ഗൈസ്. പിന്നെ ഞാൻ ഉണ്ടാക്കാൻ. ഓക്കെ ഗൈസ്, തൽക്കാലത്തെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഞാൻ വേറെ ഡയമണ്ട്. ഓക്കെ, ഡയമണ്ട് ബ്ലോക്ക് വെച്ചാൽ എടോ അടങ്ങിയിരടോ. ഞാൻ ഫസ്റ്റ് എനിക്കൊരു ബൂട്ട്സും കൂടെ എടാ ആയെന്നെ പന്ന പരിപാടിയാ. അവിടെ വെക്കടോ ക്രാഫ്റ്റിംഗ് ടേബിള്. ഇല്ല, നീ വേറെ എടോ മഴയാടോ. ക്രാഫ്റ്റിംഗ് ടേബിൾ എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാനായിട്ടാ. എനിക്ക് കുറച്ച് ബ്രെഡ് ഉണ്ടാക്കാനാ. ബ്രെഡ് തരാം പ്ലീസ്. വെക്ക്. ഡയമണ്ട് തനിക്ക് കിട്ടുമ്പോൾ തന്നാ പോരെ. അതെനിക്കൊരു ഡയമണ്ട് ഷവല്. ഇപ്പം ഇഷ്ടപ്പെട്ടാ ഷവല് കിട്ടിയടോ. ഇല്ല ഷവല്. ഓക്കെ, ഇപ്പം കിട്ടിയാ? ഇപ്പം റെഡി ആയല്ലേ? സന്തോഷമായോ? ഞാനങ്ങനെ ഒരു ഡയമണ്ട് സോഡും ഉണ്ടാക്കി ഗൈസ്. ഓക്കെ, ഇനി എനിക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ ഒരു ബൂട്ട്സും കൂടെ ഉണ്ടാക്കിയേക്കാം. അതും കൂടെ അങ്ങ് വെയർ ചെയ്തേക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, അത് 2 റെഡി ആയിട്ടുണ്ട്. എൻ്റെ സ്കിൻ തന്നെ ഇങ്ങനെ നടക്കുന്നേ. എന്തെങ്കിലും ഗൈസ്, വല്ല ഗ്ലിച്ച് അടിച്ചായിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് ഗ്ലിച്ച് നോക്കിയാണ്ട് കാര്യമില്ല ഗൈസ്. നമുക്ക് എത്രയും പെട്ടെന്ന് മൈനിങ്ങിന് പോകേണ്ടതിന് മുമ്പ് ഗൈസ് ഞാനൊരു പൊട്ടത്തരം കാണിച്ച്. അല്ല, എനിക്ക് ഡയൺ പിക്കാക്സ് ഉണ്ടാക്കാനായിട്ട് എന്നാ കുറവ്. അയണില്ല. അങ്ങനെ വരാൻ വഴിയില്ലോ. എടാ തൻ്റെ കയ്യിൽ ബാക്കി അയണുണ്ടോ? എത്ര അയണുണ്ട്? അയണില്ലേ? ഗോൾഡ് വേണം. ഗോൾഡ് വേണ്ട. ഗോൾഡ് പെട്ടെന്ന് പൊട്ടൂടോ. ഞാൻ പറഞ്ഞേ വേന്ന് വാ. ഗൈസ്, ഇവിടെ നല്ല മഴയാണ് ഗൈസ്. വിഷയം മഴ. എൻ്റെ മോനെ. ഗൈസ്, നല്ല സീഡ് ഗൈസ്. താഴോട്ടൊരു കേവ് ഉണ്ട്. ഞാൻ താടാൻ പോണേ ഗൈസ്. അത്യാവശ്യം നല്ല കേവ്. സോംബീസ് ഉണ്ട് ഇവിടെ. ഓക്കെ, സ്പൈഡർ എന്നെ രക്ഷിക്കണോ? സ്പൈഡറിനെ തല്ലിട്ടുണ്ട്. സോംബി ഗോ അവേ. I don't like you. ഓക്കെ ഗൈസ്, നമ്മുടെ കയ്യിൽ അത്യാവശ്യം ടോർച്ചുണ്ട്. ഈ ടോർച്ചൊക്കെ വെച്ച് നമുക്ക് ഇവിടെ ഒക്കെ ലൈറ്റപ്പ് ചെയ്യാം ഗൈസ്. എക്സ്പി കിട്ടിയിട്ടുണ്ട്, അത് നമ്മുടെ കളക്ട് ചെയ്തോ. എനിക്ക് വേണ്ട റോട്ടൺ ഫ്ലഷ്. ഓക്കെ ഗൈസ്, ഫൈനലി. ഓ ഗൈസ്,
ഗൈസ് ഈ കേവ് താഴോട്ട് പിന്നെയും പിന്നെ പോകണ്ട ഗൈസ്. പക്ഷെ അതിൻ്റെ അടിയിൽ മുഴുവൻ ഫൈനലി കുറച്ച് കോള് കണ്ടുപിടിച്ചു. എന്തേലും ഒരു ഓർ കണ്ടുപിടിക്കണം ഗൈസ്, അതാണ് എൻ്റെ ലക്ഷ്യം. ഓക്കെ, നമുക്കത് ഇവിടെ കൂടെ വെച്ചേക്കാം. എടോ ഇത് നോക്കടോ, താൻ ഇങ്ങോട്ട് ഇറങ്ങി വാ. ഇല്ല ഞാൻ ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്. തൽക്കാലം ഇവിടുത്തെ സോമ്പേരും കൂടെ അങ്ങോട്ട് ഇവിടെ പെരും മഴയാ. എവിടെ? നമ്മുടെ ഇവിടെ പുറത്തല്ലേ? കുറച്ച് XP കളക്ട് ചെയ്തേക്കാം. XP കമാൺ ഗൈസ്. നമുക്ക് ഇവിടെ പിന്നെ വരാം ഗൈസ്. ഇവിടെ നമുക്ക് പറ്റിയ നിലവിൽ നമുക്ക് പറ്റിയ ഒരു ഏരിയ അല്ല ഗൈസ്. നമുക്ക് കുറച്ച് അയണും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാതെ ഒരു വഴിയില്ല ഗൈസ്. നമുക്ക് മൈൻക്രാഫ്റ്റിന്റെ നിയമം തെറ്റിക്കാൻ സമയമായി ഗൈസ്. എന്താണ് എന്താണെന്ന് പറയണോ? എന്താണ്? എനിക്കറിയത്തില്ലേ? അതിനെ വന്ന പരിപാടിയാ. ഓക്കെ, ഇവിടെ വൻ മഴയാണ്. എന്നെ ഫുഡും ഇല്ല. ഓക്കെ, ഇവിടെ വൻ മഴയാണല്ലോടാ. ഓക്കെ, എനിക്ക് വഴി മാറിപ്പോയി. പിന്നെ എനിക്ക് കുറച്ച് ബ്രെഡ് ഉണ്ടാക്കി തരുമോ? എന്നാ ഇങ്ങതാ. എമ്മേ തനിക്കവിടെ ബക്കറ്റ് നീ പോയ സമയത്തിനുള്ളിൽ ഞാൻ പോയി അവിടെ പോയി ഞാനേ എന്തുണ്ടാക്കി എടുത്തു. ഞാന് എന്റെ ഇതിലുള്ള അവന്റെ വീട്ടിൽ പോയി ഞാൻ എന്റെ സാധനം കൊണ്ടുവന്നു. അയാളല്ല എടുത്തോ. ഓ, ബ്ലാക്ക് സ്മിത്തിന്റെയോ? ഓ അങ്ങനെ. എനിക്കിതിരി കൊണ്ട് വേണമല്ലോ. എന്നെയും ബ്രെഡ് ഉണ്ട് ഓൾറെഡി. പിന്നെ ഞാൻ കിട്ടാൻ എനിക്ക് കിട്ടിയില്ലത്. കുഴപ്പമില്ല, നിനക്ക് കിട്ടി. എന്നെ 16 ബ്രെഡ് ഉണ്ട്. നീ എത്ര എണ്ണം ഉണ്ടാക്കിയേ? ഒരു 9 എണ്ണം. എന്നിട്ട് നീ എനിക്ക് എത്ര എണ്ണം കിട്ടുമെന്നേ? 9 എണ്ണം. ഞാൻ 9 എണ്ണം കിട്ടു വന്നു. എന്നിട്ട് ഇപ്പൊ നിന്റെ ബ്രെഡ് ഇരിക്കുന്നു 5 എണ്ണം. അത് എന്നിട്ട് നിനക്ക് തരാൻ വേണ്ടി ഞാൻ 9 എണ്ണം തന്നു. പിന്നെ ഞാൻ ഇപ്പോൾ എനിക്ക് കഴിക്കാൻ വേണ്ടി ഇതിട്ടു 5 എണ്ണം. ഓക്കെ ഓക്കെ. എടാ ഇത് കണ്ടാ നമ്മൾ റിച്ചായേ. അതൊക്കെയാണ്. പക്ഷെ ഗൈസ് അയൺ കോളം എത്ര എണ്ണമാണ് ഗൈസ് ഡ്രോപ്പ് ചെയ്തത്? അതാണ് എനിക്ക് മനസ്സിലായത്. ഗൈസ് ഇവിടെ ഒരു കേവ് കാണുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. ഓ മൈ ഗോഡ്നെസ്, അവിടെ ഒരു സ്കെലട്ടർ ഉണ്ടായിരുന്നു ഗൈസ്. ഞാനൊരു കാര്യം ചെയ്യാൻ പോവാ. എടാ ഞാനൊരു കാര്യം ചെയ്യാൻ പോവാ. ഡിഗിങ് സ്ട്രൈറ്റ് ഡൗൺ. ക്രീപ്പറോ? ഞാൻ എന്തായാലും സ്ട്രൈറ്റ് ഡൗൺ ഡിഗ് ചെയ്യാൻ പോവാ. വരുന്നുണ്ടോ? ഞാനങ്ങോട്ട് വരാം. നമുക്ക് പെട്ടെന്ന് താഴോട്ട് പോയിട്ട് എന്തേലുമൊക്കെ കാണും കേസ്. എന്തേലും ഓറ് കിട്ടിയാൽ മതിയായിരുന്നു കേസ്. നമുക്ക് അത്യാവശ്യമായിട്ട് കുറേ അധികം അയൺ വേണ്ടതാണ് കേസ്. ദാറ്റ്സ് ഇറ്റ്. പിന്നെ റീസ്പോൺ പോയിന്റ് സെറ്റ് ആകേണ്ട. അയ്യോ, ഞാൻ റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്യാൻ മറന്നു. ഓ എൻ്റെ മോനെ. ഓ ഗൈസ് ഐ എം ഓൺ ലോ. ഞാൻ ലോയാണ്. പോയി ഗൈസ്. ഗൈസ് ഞാൻ വരുവാടോ. ഗൈസ് അവിടെ ഒരു കേവ് ഉണ്ടോ? എന്നോട് പറയുന്നത് നീ ഇറങ്ങി വരണം അതിന് വേണ്ടി. എടാ അവിടെ ഇഷ്ടം പോലെ അയൺ ഉണ്ടോ? അതിന് വേണ്ടിട്ടാ. ഓക്കെ, ഇത്ര പെട്ടെന്ന് ഇവിടുന്ന് പോവാം. എടാ ഞാൻ കുഴിച്ച കുഴി നമ്മുടെ കറക്റ്റ് വഴിയുടെ നടുക്കായി പോട്ടോ. എടാ നിനക്ക് സീഡ് കിട്ടിയായിരുന്നോ? അല്ല വല്ല ഫാം ചെയ്യാൻ വല്ലോ കിട്ടി. ഗൈസ് നമ്മളൊരു കാര്യം ചെയ്യാൻ പോണേ. എനിക്കൊരു ഐഡിയ കിട്ടുന്നുണ്ട്. അവിടെ എങ്ങാനും വന്ന പാടെ അടി തരാതെ സ്പൈഡറേ. എൻ്റെ അടുത്തോ. എടാ നിനക്കൊക്കെ പ്രാന്താണോടാ? നിനക്കൊക്കെ പ്രാന്താണോടാ? എന്നെ അടിച്ച് കുഴിക്കാത്തരാൻ നോക്കുന്നോടാ. ഐ ഡോണ്ട് ഫീൽ ഐ വാണ്ട് പോയിട്ടോ. പോ, ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയല്ലോ. എവിടെ ചോടാ അമ്മേ. നമ്മളങ്ങനെ ചാവോ?
നിന്റെ പുറകിലിരുന്നത്. സൂപ്പർ, അടിപൊളി. എടാ ഞാൻ റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്യാൻ നോക്കിയാടാ. ഇതിനെ കൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോവാം. കൊണ്ട് എല്ലാ പണിയാണല്ലോ. ഞാനിനി എന്ത് ചെയ്യും? നീ എന്താ ചെയ്യും? ഇനി ഇവിടെ എടാ നമുക്ക് ഇവിടെ ഒരു ബോട്ട് ഞാൻ സെറ്റ് ചെയ്യണം കേട്ടോ. ശരി. എടാ തനിക്കൊന്ന് കടന്നുറങ്ങിക്കൂടെ? ഇവിടെ തണ്ടർസ്ട്രോം അല്ലേ? ആ എനിക്കിനി ആ മോള് വരെ കയറി ചേരണം. അതാണ് എന്തായാലും ഉറങ്ങാൻ പോവാണ്. ഞാൻ ഇവിടെ സാപ്ലിങ് കൂടെ കളക്ട് ചെയ്തിട്ട് വരാം. ഓക്കെ സാപ്ലിങ് കിട്ടി. 3 സാപ്ലിങ് ആയി. ഡയമണ്ട് സോഡ് ഉണ്ടാക്കിയില്ലായിരുന്നു. ഇപ്പം എൻ്റെ കാര്യത്തിൽ തീരുമാനം എന്നാലും ആയി ഗൈസ്. തീരുമാനം ആയില്ലെന്നൊന്നും പറയാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് വരുന്നിടത്ത് ഇപ്പം മോൺസ്റ്റേഴ്സ് നിയർ ബൈ മാറിയോ? ഇല്ലേ സ്കെലട്ടണോ? ഞാൻ അവനെ കൂടെ തല്ലി കൊന്നിട്ട് വരാം. അയ്യോ ഓക്കെ എനിക്കൊരു ബോ കിട്ടി. ഞാൻ മുകളിലാണ് കിടക്കുന്നത്. ഓക്കെ ഞാൻ കിടന്നു. എന്തോടോ തൻ്റെ ബെഡും കൂടെ എടുത്ത് മുകളിലോട്ട് വെക്ക്. അപ്പം റെഡിയോ? ഞാൻ കിടന്നല്ലോ. മോൺസ്റ്റേഴ്സ് നിയർ ആയിട്ട് എന്താണ് നമ്മളെ കൊണ്ട് കിടക്കാൻ പറ്റാത്തതാണ് എനിക്ക് മനസ്സിലാവും. ഓക്കെ ഗൈസ് ഫൈനലി നേരെ എണീറ്റോ? എങ്ങനെ? അയ്യോ ഞാൻ ലോയാണെന്ന് ഇവനെങ്ങനെ മനസ്സിലായി? ചവട ബോൺ കിട്ടി കേട്ടോ കുറച്ച്. അയ്യോ ഞാൻ കുളിക്കാത്ത പോയേ. കുഴപ്പമില്ല. ഞാൻ റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി തൽക്കാലം ഒരു ബ്ലോക്ക് പ്രൈസ് ചെയ്യാം. നേരെ ചാടുക. ഫുൾ ഹെൽത്ത് ആക്കുക. ഫുൾ ഹെൽത്താണ് ഞാൻ പൊട്ടിക്കുന്നത്. ഐസ് അത് വിഷയമാണേ. ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ അതിൻ്റെ തൊട്ടടുത്ത് പോയി കുഴി കുഴിക്കാൻ പോവാം. അയണോ കോളോ? എടാ താൻ ഇങ്ങോട്ട് വാടോ. ഒരു പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് താഴോട്ട് ഇറങ്ങി വാ. എൻ്റെ കയ്യിൽ അത്യാവശ്യം സ്റ്റോണായി. ഗൈസ് നമുക്ക് ഇനി അടുത്ത് നമ്മുടെ സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കണം ഗൈസ്. അതിന് മുമ്പ് ഞാൻ പോയിട്ട് താഴെ പോയിട്ട് ക്രാഫ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലേടോ? എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടോ നോക്കട്ടെ. വുഡുണ്ട് അത് സാറില്ല. എനിക്ക് ഗൈസ് ആദ്യമേ തന്നെ ഇവിടുന്ന് ക്രാഫ്റ്റ് ചെയ്തിട്ട് അങ്ങ് പോയേക്കാം. അല്ലെ പണി പാളും. താഴെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പണി പാളും ഗൈസ്. ഓക്കെ ഞാനൊരു ക്രാഫ്റ്റിംഗ് ടേബിളും ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ക്രാഫ്റ്റിംഗ് ടേബിൾ എന്ത് ചെയ്യും? ഞാനിവിടെ എങ്ങനെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ നോക്കട്ടെ. എന്നിട്ട് നേരെ അവിടെ നിന്നൊരു സ്റ്റോൺ പിക്കാക്സ്. കമോൺ. ഞാനൊക്കെ കുഴിച്ചങ്ങ് പോകുന്ന കേട്ടോ. ഇനി നീ ചാടാൻ നിൽക്കരുതേ. നമുക്കൊരു ബക്കറ്റ് ഉണ്ടാക്കാം ഫസ്റ്റ് ക്രാഫ്റ്റ് ചെയ്ത്. ഉണ്ടോ? പിക്കേഴ്സ് ഉണ്ടാക്കിട്ടെങ്കിൽ പോരെ. നമുക്ക് കുറച്ചധികം. ഞാൻ പോയിട്ടില്ലടോ. ഫ്ലിന്റ് ആൻഡ് സ്റ്റീലോ? അത്യാവശ്യം നല്ല വെയിനായിരുന്നു ഗൈസ്. ഞാനാണ് അപ്പുറം കൊണ്ട് ടോർച്ച് വെച്ച്. ഹലോ ബ്രോ. ഇല്ല എനിക്ക് ടോർച്ചില്ല പറ്റത്തില്ല. നമുക്ക് ഇവിടെ വല്ല കോള് വല്ലതും കിട്ടുമോ നോക്കണം. അത് ശരിയാണല്ലോ. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെച്ചിട്ടുണ്ട്. മാറി ഓക്കെ ഫർണസ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ നോക്കടോ. ഫ്യൂല് നോക്കടോ. ഓക്കെ 2 അത് മതി.
ഒരു ചാർക്കോളും കൊണ്ട് 4 ടോർച്ച് ഉണ്ടാക്കിക്കോളും. ഞാൻ എടുത്തോളാം കേട്ടോ. വുഡോ? വുഡില്ലേ? എങ്ങനെ? ഞാൻ കുറച്ച് ടോർച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ മുഴുവൻ ലൈറ്റപ്പ് ചെയ്യട്ടെ. എൻ്റെ അമ്മോ ഗൈസ്, നമുക്ക് എത്രയും പെട്ടെന്ന്. എടോ, ഞാൻ അവിടെ അയൺ സ്മെൽറ്റ് ചെയ്യാൻ വെക്കാൻ മറന്നുപോയി. എൻ്റെ അമ്മോ എനിക്കിവിടെ നിന്ന് ചാവണ്ട. സ്കെൽട്ടൺ അങ്ങോട്ട് പോകണ്ട കേട്ടോ. ആ ഏരിയയിലോട്ടേ പോകണ്ട. എവിടെ? എൻ്റെ പുറകിലോ? അവനെ അടിച്ചു വന്നോളാം, വിഷയമൊന്നുമില്ല. നീ എന്നെ അവിടെ കുഴി കുഴിച്ച് മാളം ഉണ്ടാക്കുന്നു. ഉണ്ട്. അത് ഞാനവിടെ സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടേ അയണേ. അവിടെ ക്രീപ്പർ. നല്ല ആളെ എനിക്ക് കിട്ടിയത്. അമ്മേ കുരുത്തം കഴിച്ചു. എല്ലാത്തരം ക്രീപ്പറോ? അതിൻ്റെ ഓടോടോടോടോടോ. ഞാൻ അവനെ കൊന്നോളാം. എനിക്ക് കേറത്തില്ല. പൂട്ടെ എന്നെ കൊല്ലരുത്. നിക്ക് എനിക്ക് ഹെൽത്ത് ഇല്ല. നീ വല്ലതും കഴിച്ചിട്ട് പോ. എനിക്ക് ഹെൽത്ത് തീരെ കുറവാണ്. 10 ഹാർട്ടോ. അയ്യോ, അടുത്ത സ്കെലട്ടൺ. ഞാനിപ്പോൾ ചാവും. ഞാൻ ആദ്യമേ പെട്ടെന്ന് കുറച്ച് ചാർക്കോളും കൂടെ ഒപ്പിച്ചുകൊണ്ട് വരട്ടെ. എൻ്റെ ടോർച്ച് കയറുന്നു. എന്തുവാടോ? എൻ്റെ ആദ്യത്തെ നമുക്ക് പെട്ടെന്ന് കുറച്ച് ചാർക്കോൾ ക്രിയേറ്റ് ചെയ്യും. ഇത് നമ്മൾ തിരിഞ്ഞു എന്തുവാടോ ഇപ്പോൾ കത്തിക്കാൻ വെക്കുന്നത്? തൽക്കാലം എൻ്റെ പൊട്ടാറായി വിക്കറ്റ്സ് എടുത്ത് നോക്കാം. ഞാൻ ആ പടം ഒരേ എണ്ണയും വെച്ചുള്ളൂ. ഈ തീക്കകത്ത് എനിക്ക് അടുത്ത ചാർക്കോളും കൂടെ സെറ്റ് ചെയ്യാനുള്ള. അയ്യോ, എൻ്റെ ചാർക്കോൾ കത്തിപ്പോൾ തീരുന്നില്ലേ? അയ്യോ, ഞാൻ ഇത്രയും ചാർക്കോൾ ഉണ്ടാക്കാൻ പോവാം. മാക്സിമം ചാർക്കോൾ ഞാൻ ഉണ്ടാക്കാൻ പോവാം. മാക്സിമം ടോർച്ചസും ചാർക്കോൾ കുറച്ചുകൂടെ വേണമല്ലോ. തൻ്റെ ചാർക്കോൾ ഉണ്ടാവും? ഉണ്ട്. കള്ളം പറയല്ലേ. ചാർക്കോൾ ഉണ്ടോടോ? എനിക്ക് തോന്നി എൻ്റെ പറച്ചിൽ കേട്ടപ്പോൾ. വൈസ് നമുക്ക് അടുത്ത പോട്ടെ വൈസ് നമ്മൾ കുറച്ചുകൂടെ ഒരു വെയിനും അയണും കൂടെ മൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ വീഡിയോ എൻഡ് ചെയ്യാൻ പോവാണ്. ഉള്ളി വിഷയമാണ്. നമുക്ക് ഈ ലോകം എടുത്ത് വിടാം ചേട്ടാ. കമോൺ ലെറ്റ്സ് ഗോ ഫോർ സം ഫൈറ്റിംഗ്. ഓക്കെ സ്കെൽട്ടൺ ഡെഡ്. എടാ, ഓൾറെഡി സ്കെൽട്ടണിന് ആരോ അടി കൊടുത്തിരുന്നു. എടാ, ഈ കേവ് ഇവിടെ വെച്ച് അവസാനിക്കുവാടാ. നടന്നില്ല ഗൈസ്. ഞാനോർത്ത് ഇവിടെ വല്ല അത് ഇച്ചിരി ഈ കേവിൻ്റെ വലിപ്പം കണ്ടപ്പോൾ അത്യാവശ്യം കുറച്ചുകൂടെ അയൺ കാണുന്നു. സ്ട്രിപ്പ് മൈൻ ചെയ്താലോടാ. തൻ്റെ ഈ വഴി നമുക്കൊന്ന് സ്ട്രിപ്പ് മൈൻ ചെയ്ത് നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ ഫോർ സ്ട്രിപ്പ് മൈനിങ്. എടാ, അവിടെ അടച്ചോ കേട്ടോ. എൻ്റെ ടോർച്ച് ഉണ്ട്. ഓക്കെ, ഗുഡ് ഇനഫ്. മാറി ഫ്രണ്ട്ലി ഫയർ. ഗൈസ്, വെള്ളം. സാൻഡ് വെച്ച് അടച്ചേക്കാം. ഇപ്പോൾ പോയില്ലേ? നീ ഇവിടുന്ന് വെള്ളം കളക്ട് ചെയ്യണേ. ഞാനിപ്പോൾ തുറക്കും. ആ സമയത്ത് നീ വെള്ളം കളക്ട് ചെയ്യണം. കളക്ട് ചെയ്തോ? ഓക്കെ, ഫൈനലി അങ്ങനെ ഗൈസ് നമ്മുടെ വാട്ടർ ബക്കറ്റ് പോയി ഗൈസ്. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡ് ഇത്ര ഉള്ളായിരുന്നു. അപ്പോൾ എല്ലാവരും അടുത്ത എപ്പിസോഡ് അപ്പോൾ എല്ലാവർക്കും ബൈ.